കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വീണ്ടും നിങ്ങളെ കാണുവാൻ ഈ TV സ്ക്രീനിലൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്മകൾക്കായും നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ജീവിത നന്മകളും എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. കർത്താവിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്ന വിഷയം എന്താണ്? ദൈവത്തിൻ്റെ വചനം എന്നുള്ള വിഷയം. കഴിഞ്ഞ 4 എപ്പിസോഡുകളായി നാം തുടർച്ചയായി ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ 5ാമത്തെ ഭാഗത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എന്ന വിഷയത്തോടനുബന്ധിച്ച് ദൈവവചനത്തിൻ്റെ ഉദ്ദേശം എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പ്രവചനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. വെളിപ്പാട് 3:19. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മനസ്സാന്തരപ്പെടുക. വളരെ പ്രധാനപ്പെട്ട വാക്യം. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മനസ്സാന്തരപ്പെടുക. തിരുവചനത്തിൻ്റെ പ്രസക്തി മുമ്പ് എന്നത്തെക്കാളും അധികമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. നിത്യതയിലേക്കുള്ള പ്രയാണത്തിൽ അത് മനുഷ്യനെ നേർവഴി കാണിക്കുന്നു. അപ്പോൾ ദൈവവചനമാണ് നമ്മുടെ നിത്യതയിലേക്കുള്ള പ്രയാണത്തിൽ നേർവഴി കാണിക്കുന്നത്. കൂരിരുട്ട് നിറഞ്ഞ ജീവിത പാതകളിൽ തിരുവചനം നമുക്ക് വെളിച്ചം പകരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൂരിരുട്ട് നിറഞ്ഞ ജീവിത പാതയിൽ അങ്ങയുടെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശം, നമുക്ക് വെളിച്ചം പകരുന്നു. പ്രതികൂലങ്ങളിൽ തളർന്നു പോകാതെ ഉറച്ചു നിൽക്കുവാനുള്ള ഉൾക്കരുത്ത് നൽകുന്നു. അപ്പം തിരുവചനം നമുക്ക് ആവശ്യമായ ഉൾക്കരുത്ത് നൽകുന്നു. കഷ്ടതയുടെ തീച്ചൂളയിലും ആശ്വാസത്തിൻ്റെ കുളിർ സ്പർശമേക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. നിരാശയുടെ നടുക്കടലിലും പ്രത്യാശയുടെ തുറമുഖത്തേക്ക് നമ്മെ നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. തകർച്ചയുടെ താഴ്വരയിൽ നിന്നും ഉയർച്ചയുടെ ഔന്നത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. കണ്ണുനീരിൻ്റെ താഴ്വരയിലും പുഞ്ചിരിയുടെ പ്രകാശം പരത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും പ്രത്യാശയുടെ തിരുനാളമായി തിരുവചനം നമ്മെ വഴി നടത്തും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എത്ര വിശേഷപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും നമുക്കാവശ്യമായ കരുത്ത് നൽകുന്നത്, നമുക്കാവശ്യം വെളിച്ചം നൽകുന്നത്, നമ്മെ ആശ്വസിപ്പിക്കുന്നത്, നമുക്ക് പ്രത്യാശ നൽകുന്നത്, നമ്മെ ഉയർച്ചയിലേക്ക് നടത്തുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വഴികാട്ടിയായത് ആയ തിരുവചനമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, പ്രശസ്തമായ ഫോർഡ് കാറുകൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ. ഫോർഡ് കാറുകൾ. ഈ കാറുകൾ ആദ്യമായിട്ട് നിരത്തിലിറങ്ങിയ കാലം, അന്നത്തെ കാലഘട്ടത്തിൽ ധനാഢ്യന്മാരായിട്ടുള്ള അന്നത്തെ പണക്കാർക്ക് മാത്രമാണ് അത്തരം കാറുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫോർഡ് കാറുകൾ ആദ്യമായിട്ട് നിരത്തിലിറങ്ങിയ കാലഘട്ടത്തിൽ ഒരു ദിവസം പ്രഭാതത്തിൽ അത്തരം കാറുകളിലൊന്ന് യാത്രയ്ക്കിടയിൽ കേടായി വഴിയരികിൽ കിടന്നു. ഒരു പ്രഭാതം. അപ്പം പ്രഭാത സമയമായതുകൊണ്ട് പ്രഭാത വ്യായാമത്തിനായി നടക്കാനിടങ്ങിയ കാൽനടക്കാർ ധാരാളം അതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാറുടമ കാറ് കേടായപ്പോൾ കാറിൽ നിന്ന് പുറത്തിറങ്ങി ടൂൾ ബോക്സ് എടുത്ത് അതിനകത്ത് ഉപകരണങ്ങളൊക്കെ എടുത്ത് കാർ സ്റ്റാർട്ടാക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. എത്ര ശ്രമിച്ചിട്ടും കാർ സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ ഈ കാൽനടക്കാരിൽ ഒരാൾ ഈ കാറുടമയുടെ പരിശ്രമങ്ങളെല്ലാം വീക്ഷിച്ചതിന് ശേഷം അടുത്തു വന്ന് ഇപ്രകാരം പറഞ്ഞു, സാർ, വിരോധമില്ലെങ്കിൽ ഞാൻ സഹായിക്കാം. അപ്പോൾ ഈ കാറുടമ തലയുയർത്തിയ മനുഷ്യനെ നോക്കി. ലളിത വസ്ത്രധാരിയും കാൽനടക്കാരനുമായൊരു മനുഷ്യൻ അദ്ദേഹത്തെ പരിഹാസത്തോടെ നോക്കിയിട്ട് പുച്ഛസ്വരത്തിൽ ഇപ്രകാരം ചോദിച്ചു, താങ്കൾ ഇത്തരം കാർ മുമ്പ് കണ്ടിട്ടുണ്ടോ? പരീക്ഷിക്കാനായിരിക്കും, സഹായമൊന്നും ആവശ്യമില്ല. ഇത് കേട്ട ഈ കാൽനടക്കാരൻ അല്പനേരം അവിടെ നിന്നൊന്നും മിണ്ടാതെ അദ്ദേഹം തൻ്റെ നടത്തം തുടർന്നു. ഏറെ നേരം കഴിഞ്ഞ് ആ മനുഷ്യൻ നടത്തമൊക്കെ തീർന്ന് മടങ്ങി വരുമ്പോൾ ആ കാർ പഴയ സ്ഥാനത്ത് തന്നെ കിടപ്പുണ്ട്. കാർ ഉടമ തൻ്റെ പരിശ്രമങ്ങളെല്ലാം നിർത്തി നെറ്റിയിലെ വേർപ്പൊക്കെ തുറച്ച് വളരെ വിഷണ്ണനായി അവിടെ നിൽക്കുന്നു.
വീണ്ടും ഈ കാൽനടക്കാരൻ അദ്ദേഹത്തെ സമീപിച്ചിട്ട് ചോദിച്ചു, സാർ, വിരോധമില്ലെങ്കിൽ ഞാൻ സഹായിക്കാം. ഇത്തവണ കാർ ഉടമ എതിരഭിപ്രായമൊന്നും പറഞ്ഞില്ല. വളരെ ഗൗരവത്തിൽ അദ്ദേഹം പറയാം, വേണമെങ്കിൽ പരിശ്രമിക്കാം. അപ്പോൾ ഈ കാൽനടക്കാരൻ ആ കാറിൻ്റെ ടൂൾ ബോക്സിൽ നിന്നൊരു ചെറിയ സ്പാനർ എടുത്ത് ചില നട്ടുകൾ മുറുക്കിയ ശേഷം ഈ കാർ ഉടമയോട് പറഞ്ഞു, സാർ, കാർ ശരിയായിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊള്ളൂ. ഈ മനുഷ്യൻ തമാശ പറയുകയാണെന്നാണ് കാർ ഉടമയ്ക്ക് തോന്നിയത്. എന്നാൽ ഒറ്റയടിക്ക് കാർ സ്റ്റാർട്ടായി. അതോടുകൂടി കാർ ഉടമയുടെ അഹംഭാവമെല്ലാം ചോർന്നുപോയി. ആദ്യം സഹായം നിരസിച്ചതിലുള്ള ജാള്യതയോടെ ആ മനുഷ്യൻ ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പോൾ ഈ കാൽനടക്കാരൻ പറഞ്ഞു, ഞാൻ ഹെൻറി ഫോർഡ്, ഈ കാറിൻ്റെ നിർമ്മാതാവ്. പ്രിയമുള്ളവരെ, ഫോർഡ് കാറിനെ സംബന്ധിച്ച് അതിൻ്റെ നിർമ്മാതാവിന് പരിഹരിക്കാൻ കഴിയാത്ത യാതൊരു പ്രശ്നവും ഉണ്ടാകാനിടയില്ല. അങ്ങനെയാണെങ്കിൽ അഖിലാണ്ടത്തിൻ്റെ ഉടയവനും അണ്ടഘടാകങ്ങളുടെ സൃഷ്ടിതാവും പരിപാലകനും എൻ്റെയും നിങ്ങളുടെയും നിർമ്മാതാവുമായ കർത്താവിന് പരിഹരിപ്പാൻ കഴിയാത്ത യാതൊരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്ന പരിഹാരത്തിന് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉപയോഗ നിർദ്ദേശക ഗ്രന്ഥമുണ്ട്, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം വായിച്ച് ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരുവന് വിജയകരമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും തന്നിരിക്കുന്ന വിലപ്പെട്ട ഗ്രന്ഥമാണ് വേദപുസ്തകം. നമ്മൾ തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ എന്താ വായിക്കുന്നത്? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. ദൈവത്തിന് സ്തോത്രം. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ തിരുവചനം എപ്രകാരം നമ്മുടെ ഉപദേശത്തിന് ഉപകരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പം തിരുവചനം 4 പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടുകൂടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഉപദേശം, ശാസന, ഗുണീകരണം, നീതിയിലെ അഭ്യാസം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉപദേശത്തെക്കുറിച്ച് മനസ്സിലാക്കി. ഇന്നത്തെ എപ്പിസോഡിൽ തിരുവചനത്തിൻ്റെ ഉദ്ദേശം, ശാസന. ഇത് നമ്മളെ ശാസിക്കും, വേണ്ടുന്ന സന്ദർഭങ്ങളിൽ ശാസിക്കും. വെളിപ്പാട് 3:19 വായിക്കുന്നു, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മനസ്സാന്തരപ്പെടുക. അപ്പൊ തിരുവചനം എന്ത് ചെയ്യുന്നു? നമ്മളെ ശാസിക്കേണ്ട സന്ദർഭങ്ങളിൽ ശാസിക്കും. നാം തിരുവചനം പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ശാസന 2 തരത്തിലുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് വ്യക്തിപരമായ ശാസന, 2 സമൂഹമായിട്ടുള്ള ശാസന. മൊത്തത്തിൽ ആളുകളെ ശാസിക്കുക, 2 വ്യക്തിപരമായിട്ട് ശാസിക്കുക. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തി. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം. ഇനി പറഞ്ഞ് ശ്രദ്ധിക്കണമേ, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തിമോഥെയോസിനോട് പറയുകയാണ്, സകല ഉപദേശത്തോടും ദീർഘക്ഷമയോടും കൂടെ ശാസിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ചോദ്യം, എന്തിനെയാണ് ശാസിക്കേണ്ടത്, എങ്ങനെയാണ് ശാസിക്കേണ്ടതെന്നെല്ലാം ഈ തിരുവചന ഭാഗത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അല്ലേ? എന്തിനെയാണ് ശാസിക്കേണ്ടത്? നാം ആ തിരുവചന ഭാഗം നോക്കിയേ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ഉം 4-ഉം. 2-ാം വായിച്ചത് 3-ഉം 4-ഉം വായിക്കുമ്പോൾ, അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കാം. എന്തിനെ ശാസിക്കണം? 3-ഉം 4-ഉം വാക്കുകൾ പറയാണ്, അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. അതായത് സത്യത്തിനു വിരുദ്ധമായ ഉപദേശങ്ങളെയാണ് ശാസിക്കേണ്ടത്.
അല്ലെങ്കിൽ തിരുവചനത്തിന് വിരുദ്ധമായ ഉപദേശങ്ങളെയാണ് ശാസിക്കുന്നത്. ഇനി ചോദ്യം, എങ്ങനെയാണ് ശാസിക്കേണ്ടത്? 4:2 എന്താ വായിച്ചത്? സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ ദൈവവചന ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസിക്കണം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ സഭാവിശ്വാസികളെയും നമ്മുടെ സഹോദരങ്ങളെയും അവർ വചനത്തിന് വിരുദ്ധമായ ജീവിതം നയിക്കുമ്പോൾ സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ അവരെന്ത് ചെയ്യണം? താല്പര്യമായിട്ട് ശാസിക്കണമെന്നാണ് വചനം പറയുന്നത്. എഫെസ്യർ 5:11 ഇങ്ങനെ വായിക്കുന്നു, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടതാണ്. അപ്പം നമ്മളത് കണ്ടു ചിരിക്കുകയും അതിനെ അനുകൂലിക്കുന്നവരായിട്ടല്ല. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. അപ്പം ദൈവവചനം കയ്യിൽ പിടിച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ് ഇന്ന് ക്രൈസ്തവ കോളത്തിൽ ഭൂരിപക്ഷം. ഞാൻ പറഞ്ഞ വാചകം വളരെ പ്രധാനപ്പെട്ട വാചകമാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം കയ്യിൽ പിടിച്ചുകൊണ്ട് തിരുവചനത്തിന് വിപരീതമായ ജീവിതം നയിക്കുന്നവരാണ് ഇന്ന് ക്രൈസ്തവ കോളത്തിൽ ഭൂരിപക്ഷവും. ഒരു ഉദാഹരണത്തിലൂടെ തെളിയിക്കാം. മർക്കോസ് 16:16 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. മർക്കോസ് 16:16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 2:38 വായിക്കുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. മത്തായി 28:19-20 വാക്യങ്ങൾ വായിക്കുന്നു. മത്തായി 28:19-20 യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പോൾ ഈ 3 വേഗഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ എങ്ങനെ സ്നാനപ്പെടണമെന്നാണ് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. 1 മർക്കോസ് 16:16 പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പം സ്നാനമേൽക്കുന്ന ഒരുവൻ വിശ്വസിച്ച് സ്നാനപ്പെടണം. എന്ത് വിശ്വസിക്കണം? യേശുവിനെ ക്രിസ്തു എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം ഈ ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. ചോദ്യം, ഒരു പിഞ്ചു കുഞ്ഞിന് വിശ്വസിക്കാൻ പറ്റുമോ? പിഞ്ചു കുഞ്ഞിനെ സ്നാനപ്പെടുത്തുമ്പോൾ യേശു ഒരു രക്ഷിതാവാണെന്നും എനിക്ക് വേണ്ടി മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും വീണ്ടും വരുമെന്നും വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി 2 പുസ്തകത്തിൽ 2:38 വായിച്ചു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അപ്പോൾ സ്നാനപ്പെടുന്നവർ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. അവരുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണം. ഇനി പാപത്തിൽ ജീവിക്കത്തില്ല തീരുമാനമെടുത്ത് സ്നാനപ്പെടണം. പിഞ്ചു കുഞ്ഞിനത് പറ്റുമോ? പിഞ്ചു കുഞ്ഞിനെ സ്നാനപ്പെടുത്തിയാൽ പറ്റത്തില്ല. മത്തായി 28:19-20 വായിച്ചത്, യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സ്നാനപ്പെടുത്തണം. പിഞ്ചു കുഞ്ഞിനെ സ്നാനപ്പെടുത്തിയാൽ യേശു കൽപ്പിച്ചതൊക്കെ ഉപദേശിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം എന്തോ മനസ്സിലായി? ദൈവത്തിൻ്റെ വചനം കയ്യിൽ പിടിച്ചുകൊണ്ട് തിരുവചനത്തിന് വിപരീതമായ ജീവിതം നയിക്കുന്നവരാണ് ഇന്ന് ക്രൈസ്തവ കോളത്തിൽ ഭൂരിപക്ഷവും. ഒരു ഉദാഹരണം പറഞ്ഞത്. ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. നമ്മളിന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ക്രൈസ്തവർ എന്ന് പറയുന്നവർ തന്നെ വേദപുസ്തകത്തിന് വിപരീതമായ ഉപദേശങ്ങളിലൂടെ ജീവിക്കുന്നവരാണ്. അപ്പം കർത്താവിനെ രക്ഷിതാമായി സ്വീകരിക്കുന്ന ഒരുവൻ സ്നാനപ്പെടണം. നമ്മൾ 10 വ്യത്യസ്ത വീടുകൾ സന്ദർശിച്ചിട്ട് ചോദിക്കുക, സഹോദര ഏതാണ് ശരിയായ സ്നാനം എന്ന് ചോദിച്ചാൽ 10 വ്യത്യസ്ത ഉത്തരങ്ങളായിരിക്കും കിട്ടുക. ചിലർ പറയും മുതിർന്നവരെയാ സ്നാനപ്പെടുത്തേണ്ടത്. അപ്പോൾ വേറെ ചിലർ പറയും അയ്യോ അങ്ങനെയല്ല, ശിശുക്കളെയാ സ്നാനപ്പെടുത്തേണ്ടത്. ഇനി എങ്ങനെ സ്നാനപ്പെടുത്തണമെന്ന് ചോദിച്ചാലോ, ചിലർ പറയും വെള്ളം തളിച്ചാ സ്നാനപ്പെടുത്തേണ്ടത്, ചിലർ പറയും അല്ലല്ല ഒഴിച്ചാ സ്നാനപ്പെടുത്തേണ്ടത്, വേറെ ചിലർ അല്ലല്ല വെള്ളത്തിൽ മുക്കിയാ സ്നാനപ്പെടുത്തേണ്ടത്. അപ്പോൾ മറ്റേ ചില പുള്ളികൾ പറയും അല്ലല്ല 3 പ്രാവശ്യം മുക്കണം. ഇനി വേറെ ചിലർ അതൊന്നും വേണ്ട, കൊടിക്കീഴിലൂടെ വിട്ടാൽ മതി. ഇനി വേറെ ചിലർ പറയും അല്ല ഉപ്പ് വിതറി സ്നാനപ്പെടുത്തിയാൽ മതി. ചിലർ പറയും വേണ്ട റോസാപ്പൂക്കൾ വിതറിയാൽ മതി. എൻ്റെ ചോദ്യം, ഇതെല്ലാം വേദപുസ്തക പ്രകാരം ശരിയായ സ്നാനങ്ങളാണോ? ഒരിക്കലുമല്ല. എഫെസ്യർ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. എഫെസ്യർ 4:4 മുതൽ 6 വരെ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതിയുള്ളവനും
എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പൊ ഈ തിരുവചന ഭാഗത്ത് വായിക്കുന്നത് ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനം ഒന്ന്. ശരിയായ സ്നാനം ഒന്നേ ഉള്ളൂ. ലോകത്തിൽ കാണുന്ന ഈ കോപ്രായങ്ങളൊന്നും ദൈവവചന പ്രകാരമുള്ളതല്ല. ശരിയായ സ്നാനം ഒന്നേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം വചനവിരുദ്ധമാണ്. ഇനി ശരിയായത് എങ്ങനെ കണ്ടുപിടിക്കും? ലോകത്തിൽ ഒത്തിരി കാണുന്നുണ്ടല്ലോ. ശരിയായിട്ടുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ഒറ്റ മാർഗമേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. എബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. എബ്രായർ 12:2. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. എന്തോ സംശയം ഉണ്ടെങ്കിൽ എങ്ങോട്ട് നോക്കിയാൽ മതി? ആ യേശുവിലേക്കൊന്ന് നോക്കിയാൽ മതി. ഒരു സഹോദരന് പള്ളിയിൽ പോകേണ്ടി എന്താണെന്ന് അറിയത്തില്ല. അദ്ദേഹം നോക്കുക, വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവരുണ്ട്, ശനിയാഴ്ച പള്ളിയിൽ പോയി ആരാധിക്കുന്നവരുണ്ട്, ഞായറാഴ്ച ആരാധിക്കുന്നവരുണ്ട്. നോക്കിയേ, സഭായോഗം കൂടി ദൈവത്തെ ആരാധിക്കുന്ന വെള്ളിയാഴ്ചക്കാരുണ്ട്, ശനിയാഴ്ചക്കാരുണ്ട്, ഞായറാഴ്ചക്കാരുണ്ട്. ഇതേതാ ശരി? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കിയാൽ എന്തോ കാണാം? ലൂക്കോസ് 4:16. അവിടുന്ന് വളർന്ന നസ്രത്തിൽ വന്നു, ശബത്തിൽ തൻ്റെ പതിവ് പോലെ ദൈവാലയത്തിൽ ചെന്നു, പള്ളിയിൽ ചെന്നു. യേശു എന്നാ ആരാധിക്കാൻ പോയത്? വിശുദ്ധ ശബത്തിൽ. വെള്ളിയാഴ്ചയല്ല, ഞായറാഴ്ചയല്ല, ശബത്തിൽ. സത്യം ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ് പ്രിയമുള്ളവരെ. ഇനി സ്നാനപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ലോകത്തിൽ ഒത്തിരി സ്നാനങ്ങളുണ്ട്. എങ്ങനെ തിരിച്ചറിയും? യേശുവിനെ നോക്ക്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെ. അവിടെ എന്താ വായിക്കുന്നത്? അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്നും യോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ യേശുവിനെ വിലക്കി, അങ്ങയാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ അങ്ങ് എൻ്റെ അടുക്കൽ വരുന്നു എന്ന് പറഞ്ഞു. എന്നാറേ യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് ഉചിതം തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറേ അവൻ യേശുവിനെ സമ്മതിപ്പിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവാത്മാവ് പ്രാവന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നതവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന. സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. അപ്പൊ ശരിയായ സ്നാനം ഏതാണെന്ന് അറിയാൻ യേശുവിനെ നോക്കിയാൽ മതി. വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയുള്ള മുതിർന്ന സ്നാനമാണ് ശരിയായ സ്നാനം. ബാക്കിയെല്ലാം തിരുവചനത്തിന് വിരുദ്ധമാണ്. പ്രിയമുള്ളവരെ, നാം കർത്താവിനെ നോക്കുമ്പോൾ ശരിയായ സ്നാനം യേശുവിൽ കാണാം. എഫേസ്യ ലേഖനം 5:11 പറയുന്നു, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. അനേക തെറ്റായ സ്നാനങ്ങൾ ലോകത്തിൽ കാണുമ്പോൾ വചനം പറയുന്നു, അവയെ ശാസിക്കത്രേ വേണ്ടത്, അതിൽ കൂട്ടാളികളാകരുത്. അപ്പൊ വിശുദ്ധ വേദപുസ്തകം ദുരുപദേശങ്ങളെ ശക്തമായി ശാസിക്കുന്നു. എന്നാൽ പൊതുവെ മനുഷ്യന് ഇഷ്ടമില്ലാത്ത ഒന്നാണ് എന്ത്? ശാസന. എന്നാൽ ആരും വഴക്ക് പറയുന്നൊന്നും ആർക്കും ഇഷ്ടമല്ല. എന്നാൽ ശാസന വെറുക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വചനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സദൃശ്യവാക്യങ്ങൾ 29:1. സദൃശ്യവാക്യങ്ങൾ 29:1. കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പൊ കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് ദൈവം നശിച്ചു പോകും. അപ്പൊ ശാസന കൂട്ടാക്കാത്തവർക്ക് നേരിടുന്ന നാശത്തെക്കുറിച്ച് വചനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 11 മുതൽ 13 വരെ. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 11 മുതൽ 13 വരെ. അവിടെ എന്താ വായിക്കുന്നത്? യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നതൊക്കെയും ഞാൻ അന്ന് അവൻ്റെ മേൽ അത്യന്തം നിവർത്തിക്കും. അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ ദൈവം പറയാണ്, ഏലിയുടെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം ഏലി അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന് അനർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ശാസിച്ചില്ല ഏലി. അപ്പൊ ഏലി ഒരു പുരോഹിതനായിരുന്നിട്ടും തൻ്റെ മക്കളുടെ ദുഷ്പ്രവർത്തികളെ ശാസിച്ചമർത്തുവാൻ ഏലിക്ക് സാധിച്ചില്ല. ഏലിയുടെ പുത്രന്മാരെ കുറിച്ച് തിരുവചനത്തിൽ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ശമൂവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ
ഓർക്കാത്തവരുമായിരുന്നു. നീചന്മാരും ദൈവത്തെ ഓർക്കാത്തവരുമായിരുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഏലി വൃദ്ധനായാറെ അവൻ്റെ പുത്രന്മാർ എല്ലാ ഇസ്രായേലിനോടും ചെയ്യുന്നതൊക്കെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ശയിക്കുന്നതും അവൻ കേട്ടു. എന്നിട്ട് ശാസിച്ചമർത്തിയില്ല. എന്നാൽ ശാസന കൂട്ടാക്കാതിരുന്ന ഏലിയുടെ പുത്രന്മാർക്ക് എന്ത് സംഭവിച്ചു? ശമൂവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ. അങ്ങനെ ഫെലിസ്ത്യർ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് ഓടി. ഇസ്രായേൽ 30,000 കാലാൾ വീണു. പോകത്തക്കവണ്ണം ഒരു മഹാസംഹാരമുണ്ടായി. ഏലിയുടെ 2 പുത്രന്മാരായ ഹൊഫ്നിയും ഫീനെഹാസും പട്ടുപോയി. ഇപ്പൊ യുദ്ധത്തിൽ പട്ടുപോയി. ശാസന കൂട്ടാക്കാതിരുന്ന ഏലിയുടെ പുത്രന്മാർ പട്ടുപോയി. അപ്പൊ തിരുവചനം നമ്മുടെ തെറ്റുകൾക്കെതിരെ നമ്മെ ശാസിക്കുന്നു. നാം തിരുവചന വെളിച്ചത്തിൽ മറ്റുള്ളവരുടെ തെറ്റുകളെ ശാസിക്കണം എന്നാ വചനം പറയുന്നത്. ലേവ്യ 19:17 എന്താ വായിക്കുന്നത്? ലേവ്യ 19:17 സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്, കൂട്ടുകാരൻ്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണം. അപ്പം നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ, വിശ്വാസികളൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അവരെ താല്പര്യമായിട്ട് എന്ത് ചെയ്യണം? ശാസിക്കില്ലെങ്കിൽ അവരുടെ പാപം നമ്മുടെ മേൽ വരുമെന്ന വചനം പറയുന്നത്. അവരുടെ പാപം നിന്റെ മേൽ വരാതെ തക്കവണ്ണം അവരെ താല്പര്യമായി ശാസിക്കണം. നമ്മൾ അപ്രകാരം ശാസിച്ചൊരു വ്യക്തിയെക്കുറിച്ച് വചനത്തിൽ വായിക്കുന്നുണ്ട്. നെഹമ്യാവ് സഹോദരന്മാരോട് കൈക്കൂലി വാങ്ങിയും പണയം വാങ്ങിയും ഒക്കെ ചെയ്ത യഹൂദ പ്രഭുക്കന്മാരെയും ഒക്കെ എന്ത് ചെയ്തു? അതുപോലെ വിശുദ്ധ ശബദിനെ അലക്ഷ്യമാക്കിയ യഹൂദ ശ്രേഷ്ഠന്മാരെയും നെഹമ്യാവ് ശാസിച്ചു. നമുക്ക് വായിക്കാം നെഹമ്യാവ് 5:7. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം പ്രമുഖന്മാരെയും പ്രമാണികളെയും ശാസിച്ചു. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സഹോദരനോട് പലിശ വാങ്ങുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവർക്ക് വിരോധമായി ഞാൻ മഹായോഗം വിളിച്ചുകൂട്ടി. അപ്പോൾ സഹോദരന്മാരെ ശാസിച്ചു. വീണ്ടും നെഹമ്യാവ് 13:17 അതുകൊണ്ട് ഞാൻ യഹൂദ ശ്രേഷ്ഠന്മാരെ ശാസിച്ചു. നിങ്ങൾ ശബദനാൾ അശുദ്ധമാക്കി ഇങ്ങനെ ദോഷം ചെയ്യുന്നത് എന്താ? നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതിനാലല്ലയോ നമ്മുടെ ദൈവം നമ്മുടെ മേലും ഈ നഗരത്തിൻ്റെ മേലും ഈ അനർത്ഥമൊക്കെയും വരുത്തിയിരിക്കുന്നത്. അപ്പം ശബദ് ലംഘിച്ച യഹൂദ ശ്രേഷ്ഠന്മാരെ നെഹമ്യാവ് ശാസിച്ചു. പ്രിയമുള്ളവരെ, അവർ ശാസന കൂട്ടാക്കിയത് കൊണ്ടാണ് അവർക്ക് യെരുശലേം ദൈവാലയവും നഗരമൊക്കെ പണിയുവാനായിട്ട് സാധിച്ചത്. ശാസന കൂട്ടാക്കാത്ത ഇന്നത്തെ തലമുറയുടെ ദൈവത്തിൻ്റെ വചനത്തിന് എന്താ പറയാനുള്ളത്? എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. വെളിപ്പാട് 3:19 ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാം, മാനസാന്തരപ്പെടുക. അപ്പം ദൈവം തനിക്ക് പ്രിയമുള്ളവരെ ശാസിക്കും, ശിക്ഷിക്കും. നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം, മാനസാന്തരപ്പെടണം. അപ്പം നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്യണം? അവരെ തെറ്റുകൾക്കെതിരെ ശാസിക്കണം. ഇന്ന് പകൽക്കാലം നാം അങ്ങനെ ചെയ്യുന്നവരാണോ? അപ്പം തിരുവചനം നമ്മളെ എന്ത് ചെയ്യുന്നു? ഉപദേശിക്കുന്നു, നമ്മെ ശാസിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശാസനയ്ക്ക് മുന്നിൽ ചെവി പൊത്തി കടന്നു പോകാതെ വചനത്തിൻ്റെ ഉപദേശം ഏറ്റെടുത്ത്, ശാസന ഏറ്റെടുത്ത് തിരുവചനത്തിനനുസൃതമായി വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. വചനത്തിനനുസരിച്ച് ദൈവവചനത്തിൻ്റെ ശാസനയ്ക്ക് കീഴ്പ്പെട്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, കടബാധ്യതകൾ, ജീവിതത്തിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളിലും കൃപ കൂടെയിരിക്കണം. എല്ലാ അനുഗ്രഹത്താലും പ്രിയ മക്കളെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ് ഹിന്ദ് ചാനലിലെ സംപ്രേഷണങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും പറയുക. യൂട്യൂബിൽ കാണാം, ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് ഗ്രഹിച്ച് വചനത്തിനനുസരിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ, കർത്താവിൻ്റെ വരവിങ്കൽ നിത്യജീവനവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ സത്യസഭ എന്ന പുതിയ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ദൈവത്തിന് ഒരു സഭയുണ്ട്. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ സഭകളും സത്യസഭകളാണ്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ സത്യസഭയ്ക്ക് ബാധകമല്ലേ? സത്യസഭ ദൈവകൽപ്പനകൾ മാറിപ്പോയി എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടമാണ്. സത്യസഭയിലേക്ക് ദൈവം തെളിച്ചിട്ടിരിക്കുന്ന വഴി ഏതാണ് തുടങ്ങി സത്യസഭയെക്കുറിച്ച് നാം ആവശ്യം അറിഞ്ഞിരിക്കേണ്ട വിലപ്പെട്ട അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9747 09 7977. നമ്പർ ഒരിക്കൽ കൂടി
9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9168433122 9747097977.